ചില്ലി ജാസ്മിൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്. അപ്പോൾ ഇതിന് പുളി കുറവുള്ള ഒരു തൈരാണ്. അപ്പം ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് മോരുകറി ഉണ്ടാക്കുന്നത്. മോരുകറി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം അരപ്പുണ്ടാക്കണം. അപ്പോൾ അരപ്പുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അത്രയും തന്നെ ജീരകം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ജീരകമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, നല്ല ജീരകം. അപ്പോൾ ഇനി ഇതിനകത്തോട്ടൊരു ശകലം തേങ്ങയും കൂടെ ചേർക്കണം. അപ്പോൾ ഇത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇതുപോലെ ഒരു പിടി, അതിൻ്റെ കൂടെ ഒരു ശകലം കൂടെ ചേർക്കാം. അത്രയും തേങ്ങയുടെ ആവശ്യമുള്ളൂ. മോരുകറി പലരും തേങ്ങ ഇല്ലാതെ തന്നെ ഉണ്ടാക്കാറുണ്ട്. തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തേങ്ങ ചേർത്താൽ കുറച്ചും കൂടെ ഒരു കട്ടിയൊക്കെ കിട്ടും, നല്ലത്. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ മോരുകറി വെക്കുമ്പം ഒരിക്കലും വെള്ളം ചേർത്തല്ല അരയ്ക്കുന്നത്, ഈ തൈര് തന്നെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് കുറച്ച് തൈര് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുക. ഒരു പകുതിയിലധികം എടുത്തിട്ടുണ്ട് കേട്ടോ, എന്നാലേ ഇത് അരഞ്ഞ് കിട്ടത്തുള്ളൂ. ഇത് ഞാൻ പെട്ടെന്നൊന്ന് അരച്ചിട്ട് വരാം. മോരിനുള്ളത് അരച്ചെടുത്തിട്ടുണ്ട്, അത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. അപ്പം ഞാൻ മോരിന് അരയ്ക്കുമ്പം ഞാൻ ചെറിയ ജീരകം മാത്രമാണ് ചേർക്കുന്നത്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളിയും ചേർക്കാം. പല ആൾക്കാരും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടാണ് വെക്കുന്നത്. അപ്പം ഈ പാത്രത്തിനകത്തൊരു കുറച്ച് തൈര് മിച്ചമുണ്ട്, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ തൈരിനൊരിച്ചിരി ലൂസായിട്ട് കിട്ടും. അപ്പോൾ അത് അടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഇതിനകത്തൊന്ന് അടിച്ചിട്ട് വരും. ബാക്കി തൈരും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലേ. ഇനി ഇതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് ഈ അരച്ച പാത്രത്തിനകത്ത് കുറച്ച് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടല്ലോ, അപ്പം അതിന് വേണ്ടി ഒരു കുറച്ച് വെള്ളം, ഇത്രയും വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചെടുത്തു. അപ്പോൾ ഈ പാത്രത്തെ തീരെ ഒന്നും പറ്റിപ്പിടിച്ചിരുന്നിട്ടില്ല. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിക്കട്ടെ. അപ്പോൾ അടുപ്പ് കത്തിയിട്ടുണ്ട്, നമുക്കിത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പം ഇതിപ്പോൾ ഞാൻ തീ കൂട്ടിയിട്ടിരിക്കുന്നത്, പെട്ടെന്ന് തന്നെ തിളച്ച് വരും. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറിയാണ്. ഇപ്പം നമ്മൾ വൈകുന്നേരം ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ടോ, അല്ലെങ്കിൽ നമുക്ക് അവിചാരിതമായൊരു ഗസ്റ്റ് വരുമ്പം നമ്മുടെ വീട്ടിൽ തൈരുണ്ടെങ്കിൽ വെറുതെ പച്ച തൈര് അല്ലെങ്കിൽ പച്ച മോര് കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇതേപോലൊരു കറി വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ. ഇത് നമ്മൾ പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നെങ്കിലും നല്ല ടേസ്റ്റുള്ള, നല്ല ഭംഗിയുള്ള നല്ലൊരു കറിയാണ് ഈ മോരുകറി. ഒരു കാരണവശാലും ഇതുണ്ടല്ലോ തിളച്ചിങ്ങനെ ഇളകി വരുമല്ലേ, അങ്ങനെ വരാൻ അനുവദിക്കരുത്. ഇങ്ങനെ അരിക ആദ്യം തിളച്ച് തുടങ്ങും. അപ്പം നമ്മളിത് നല്ലപോലെ ഇളക്കി ചേർത്ത് കൊടുക്കണം. അത് മോരുകറി എന്നല്ല, തേങ്ങ അരച്ച് വയ്ക്കുന്ന എല്ലാ കറികളും തിളച്ച് മറിയാൻ നമ്മൾ അനുവദിക്കരുത്. അങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ അരപ്പും ആ വെള്ളവും കൂടി ഇങ്ങനെ വിട്ട് കിടക്കും, പിരിഞ്ഞ്. അപ്പം നമുക്കിത് കാണാനും ഒരു ഭംഗിയില്ല, രുചിക്കും വ്യത്യാസം വരും. നമുക്ക് ഈ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാവേ. അപ്പം ഒരു ടീസ്പൂണിന് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുവാണേ. എന്നിട്ട് ഇതിപ്പോൾ ആ സൈഡ് തിളയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇളക്കിയത്. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം. അപ്പം ഇതേപോലെ ഇളക്കുക. ഇനി നമുക്കൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്തോണം. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പായിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവുള്ളവർക്കാണെങ്കിൽ, ഉപ്പ് കുറവുണ്ടെന്നാണ് തോന്നുന്നതെങ്കിൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തോണം. എപ്പോഴും കുറച്ച് ചേർത്തിട്ട് ഇനിയും ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ചേർത്തിട്ട് ശരിയാക്കിയെടുക്കുന്നതാണ് നല്ലത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇങ്ങനെ തിളച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ പാല് തിളച്ച് പതഞ്ഞ് വരുന്നത് പോലെ തന്നെ വരും. തിളച്ചിട്ട് അങ്ങോട്ട് മറിയാതെ സൂക്ഷിച്ചാൽ മതി. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തീ നിർത്തുക. ഇനി നമുക്കിതിനെ വാങ്ങി വയ്ക്കാം. ഇനി നമുക്കിതിന് കടുക് വറുത്ത് ചേർക്കണം. അപ്പം ഞാൻ അടുപ്പ് കത്തിച്ചെടുക്കുവാണ്. ഇത് ഈ അടുപ്പുകളേക്കാളും ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ഈ അടുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് കടുക് വറക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ, അത് ധാരാളം മതി. അപ്പോൾ അത്രയും എണ്ണ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു.
ഇനി എണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ ഇതെല്ലാം കടുക് വറക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. കടുകുണ്ട്, ഇച്ചിരി ഉലുവയുണ്ട്, ഉണക്കമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, ഉള്ളി നമ്മളൊരു 5 or 6 ചെറിയ ഉള്ളി അരിയണം. അപ്പോൾ നമ്മൾ സാധാരണ കടുക് വറക്കാനാണെങ്കിൽ ഒരു കുഞ്ഞുള്ളി നമ്മൾ അരിഞ്ഞ് വെക്കുക, അല്ലെങ്കിൽ 2 എണ്ണം ധാരാളം. ഇതൊരു 5 ഉള്ളിയെങ്കിലും എടുക്കണം. അതുപോലൊരു 4 or 5 പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് നടുകെ പിളർന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തീരെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഇച്ചിരി മുളക് പൊടിയാണ്. ഇത്രയും സാധനമാണ് നമ്മൾ കടുക് വറക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തേക്ക് കടുകെന്ന് പറഞ്ഞാൽ ഒരു നുള്ള് കടുക് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അത്രയും കടുക് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണേ. ആ കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തുനിന്ന് കുറച്ച് ഉലുവ, ഒരു 5 or 6 എണ്ണം അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഉലുവ ഇട്ടു. ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത്, ഞാൻ തീ കുറച്ച് വെക്കുവാണ്, ഇതിനകത്തേക്ക് പച്ചമുളക്. അപ്പോൾ ഈ പച്ചമുളക് ഇടുമ്പോൾ ഇതുപോലെ പൊട്ടലൊക്കെ വരുവേ. അങ്ങനെ പൊട്ടലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഉള്ളി ഇടുക. അപ്പോൾ ആ പൊട്ടലങ്ങ് കുറഞ്ഞോളൂ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഇഞ്ചിയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഇതുപോലെയുള്ള സാധനങ്ങൾ ഒരുമിച്ച് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഉള്ളിയും ഇഞ്ചി. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കളറ് മാറാൻ തുടങ്ങുമ്പോൾ മതി ബാക്കി സാധനങ്ങൾ ചേർക്കുന്നത്. ഇതിനകത്ത് ഉള്ളി കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ടൊരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഈ പച്ചമുളക് ഇട്ടിരിക്കുന്നത് എന്നാണെന്നറിയുമോ, നമ്മൾ അരയ്ക്കാനായിട്ട് മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല, മുളക് അരച്ചും ചേർത്തിട്ടില്ല. അപ്പോൾ ചെറിയൊരു എരിവ് കിട്ടണ്ടേ. ഇനി എരിവ് വേണ്ടാത്തവർക്കാണെങ്കിൽ ഈ മുളക് എടുത്ത് മാറ്റിക്കളയുകയും ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഉണക്കമുളക് ഇടുവാണേ. ഉണക്കമുളക് ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നല്ലോണം ചൂടാക്കി കൊടുക്കാം. ഈ മുളകിൻ്റെ കളർ ഒന്ന് മാറണം, അതാണ് നല്ലത്. അപ്പോൾ ഈ ചുവപ്പ് നിറത്തിൽ നിന്ന് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡിലേക്ക് വരണം. അപ്പോൾ ആ ബാക്കി ഉള്ളിക്ക് വരാനുള്ള കളറും കൂടെ വന്നോളൂ. ഉള്ളിയൊക്കെ കളറ് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കറിവേപ്പില ഇടുവാണേ. കറിവേപ്പില ഇട്ടിട്ട് കറിവേപ്പില ചൂടായ ഉടനെ നമുക്ക് ഈ തീ അങ്ങോട്ട് നിർത്താവേ. ആ തീ നിർത്തിയിട്ട് ഇങ്ങനെ ഇച്ചിരി മുളകിൻ്റെ തരിയുണ്ട്, മുളക് പൊടിയുടെ ഒരു ശകലം മുളക് പൊടി. ആ മുളക് പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ എരിവിനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, കളറ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമ്മളിതേ കടുക് വറുത്തത് ഇതിനകത്തേക്ക് ഒഴിച്ചു. അപ്പം നമുക്കിതേ ഇതിൽ നിന്ന് ശകലം ഇങ്ങോട്ട് കോരി ഒഴിച്ചിട്ടിടാം. അപ്പം മുഴുവൻ കടുക് വറുത്തതും ഇതിനകത്തേക്ക് വീണ് കിട്ടും. നമ്മുടെ കറി ഉണ്ടോ ഇങ്ങനെ വന്നിരിക്കുന്നത്, ഈ ഒരു ചെറിയ കളർ കണ്ടോ, ഈ കളർ വരുന്നത് നമ്മൾ ആ മുളക് പൊടിയും കൂടെ അവസാനം ഇടുന്നത് കൊണ്ടാണ്. അപ്പം ഞാനിത് ഇളക്കാം. അപ്പം സാധാരണയാണെങ്കിൽ നമ്മൾ കടുക് വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളക്കി കൊടുക്കത്തില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കടുക് വറുത്ത് അതിൻ്റെ മുകളിൽ ഇട്ട് വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഇത് വിളമ്പാൻ എടുക്കുന്നത് അപ്പം മാത്രമേ ഇളക്കാവുള്ളൂ. നമ്മുടെ മോരുകറി റെഡിയായി. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ നമ്മൾ മോരുകറി വെച്ചാൽ ഇങ്ങനെ മാത്രമേ നമ്മൾ മോരുകറി വെക്കത്തുള്ളൂ. പ്രത്യേകിച്ച് പണിയൊന്നും അതിനകത്തില്ല. പക്ഷേ രുചിയാണെങ്കിൽ സാധാരണ വെക്കുന്നതിനേക്കാൾ ഒത്തിരി കൂടുതലും. ചില്ലി ജാസ്മിൻ വ്ലോഗ് ഒരു കുഞ്ഞ് ചാനലാണ്. എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.